നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാനിൽ ഏത് നിമിഷവും ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകാം. അസീം മുനീർ ട്രംപിനെ പോയി കാണുന്നു. അതിനുശേഷം അസീം മുനീർ ഇവിടെ വന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റിനെ കാണുന്നു. ഷഹബാസ് ഷെരീഫ് അസീം മുനീറിനെ കാണാൻ വരുന്നു. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ പാകിസ്ഥാൻ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണമൊന്നും പാകിസ്ഥാനിലില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. കുറച്ചു കാലമായി ഇത് കേൾക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ അതിനുള്ള ചരടുവലികൾ കുറച്ചുകൂടെ ശക്തമായി അവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇപ്പോൾ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനഭ്രഷ്ടിക്ക് ശേഷം, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്തായതിനു ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അരാജകത്വത്തിൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഷമീം ഹൈദർ പട്വാരി അയാൾ വലിയ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിതി അങ്ങേയറ്റം പിരിമുറുക്കമുള്ളതും അസ്ഥിരവും പ്രവചനാതീതവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. കാരണം പട്ടാള അട്ടിമറി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. അവിടെയുള്ള വഖാർ ഉസ് സമാൻ എന്ന് പറയുന്ന പട്ടാള മേധാവി ഏത് നിമിഷവും ഇവിടെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുത്തു കാണേണ്ടത്, ഈ വഖാർ ഉസ് സമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായി എപ്പോഴും മൃദു സമീപനം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യ മഹാരാജ്യവുമായി ഇപ്പോഴും അയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയം അവിടെ ബംഗ്ലാദേശിൽ പല ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പല സംഘടനകൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ വഖാർ ഉസ് സമാൻ്റെ പിറകിൽ ഇന്ത്യയാണ് എന്നാണ് നിലവിൽ അവർ സംശയിക്കുന്നത്. കാരണം ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതൊക്കെ ആരോപണമാണ്. നമുക്കറിയാം BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നു, അതാണ് പാകിസ്ഥാൻ പട്ടാളക്കാർ തകർന്നു പോകുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അതെല്ലാം ഇന്ത്യ പുച്ഛിച്ച് തള്ളുകയാണ്. എന്നാൽ നിലവിൽ വഖാർ ഉസ് സമാന് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള ശക്തമായ രീതിയിലുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന നിലവിൽ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. ഷെയ്ഖ് ഹസീനയെ അമേരിക്കയിലേക്ക് ഇന്ത്യ പറഞ്ഞയച്ചിട്ടില്ല. കാരണം ബംഗ്ലാദേശിനെ സുസ്ഥിരമാക്കേണ്ടത് ഇന്ത്യയുടെ കൂടെ ചുമതലയാണ്. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് തലവേദന. അല്ലാതെ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് യാതൊരുവിധ സൗഹൃദമോ സ്നേഹമോ അവിടെയുള്ള ആൾക്കാരെ ഉദ്ധരിക്കാനുള്ള ഇന്ത്യയുടെ മനസ്സൊന്നും കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വഖാർ ഉസ് സമാനെ ഉപയോഗിച്ച് അവിടെ ഈ ഭരണം പിടിക്കാനുള്ള ഒരു നീക്കം, അതിൻ്റെ പിറകിൽ ഇന്ത്യയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം രേഖപ്പെടുത്തുന്നത്. സ്ഥിതിഗതികൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. എന്തായാലും ഫെബ്രുവരിയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ച് മുൻകൂർ സൂചനകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല. സർക്കാർ സംവിധാനം ഇതുവരെ നീങ്ങുന്നതായി തോന്നുന്നില്ല എന്നാണ് കൃത്യമായി ഈ നാഷണലിസ്റ്റ് പാർട്ടി പറയുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മുൻ സൈനിക ഭരണാധികാരി ജനറൽ ഹുസൈൻ മുഹമ്മദ് ഹർഷാദ് സ്ഥാപിച്ച ഈ മതേതര പാർട്ടി മുമ്പ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗുമായി ഒരു മഹാസഖ്യം രൂപീകരിച്ചിരുന്നുവെന്നും ഷെയ്ഖ് ഹസീനയെ അട്ടിമറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCP ഷെയ്ഖ് ഹസീനയുടെ ജന്മസ്ഥലമായ ഗോപാൽഗഞ്ചിൽ പ്രവേശിച്ചതും അവിടെ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയതിന് ഒരു പ്രധാന കാരണം ഗോപാൽഗഞ്ചിന് മതിയായ സുരക്ഷാ പരിരക്ഷ വളരെ കുറവായിരുന്നു എന്നതാണെന്നാണ് പട്വാരി പറയുന്നത്. ഇതോടൊപ്പം ഗോപാൽഗഞ്ചിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ ജലാൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്റെ രോഷം പ്രകടിപ്പിക്കുകയും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇത്തരം ആക്രമണങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരികയും ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്ത് ഒരു സ്ഥാനമുണ്ടെന്നും അവരുടെ സംഭാവന പ്രശംസനീയമാണെന്നും പറഞ്ഞ പട്വാരി നമ്മുടെ യഥാർത്ഥ അയൽക്കാരൻ ഇന്ത്യയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെയുള്ള പിക്ചർ മാറി വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യയെ അവർ ആശ്രയിക്കുന്നു. നാളെ ഇന്ത്യയുടെ ഒരു പ്രോക്സി ഭരണം അവിടെ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടും എന്നിവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയെ പൊഴുത്തിക്കൊണ്ട് ഇവരെല്ലാം രംഗത്തെത്തുന്നത്. പട്ടാള അട്ടിമറി വളരെ സ്പീഡിൽ അവിടെ ത്വരിതഗതിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്, വാസ്തവത്തിൽ അതിൻ്റെ സഹായത്തോടെ, അതായത് ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും ഇന്ത്യ പല വിധത്തിൽ നമ്മെ സഹായിക്കുന്നുവെന്നും മ്യാൻമറും ഒരു അയൽക്കാരനാണെന്നും പക്ഷേ അതൊരു ആഭ്യന്തര യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തണമെന്നും ഒക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഈ പാർട്ടിയിൽ നിന്നും രാജിവെച്ച ഈ പട്വാരി പറയുന്നത്. ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം വർഗീയമായിട്ടുള്ളൊരു പാർട്ടിയാണ്. അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ SDP പോലൊരു പാർട്ടിയാണ് അവിടെ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടിയിലെ ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയെ പോഴ്ത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.